നിന്ന് ഗോവയിലേക്ക് വന്ദേ ഭാരത്. മംഗളൂരു വഴി പുതിയ അതിവേഗ സർവീസ് വരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് മംഗളൂരു വഴി ഗോവയിലേക്ക് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ വരുന്നു. ബാംഗ്ലൂരിനെയും ഗോവയെയും മാർഗാവിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ സർവീസിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കർണാടകത്തിനും തീരമേഖലയായ ഗോവയ്ക്കും ഇടയിൽ റെയിൽ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാകും ഇത്. കേന്ദ്ര ബഡ്ജറ്റിന് മുന്നോടിയായി ഗോവ സർക്കാർ സമർപ്പിച്ച അഭ്യർത്ഥനയെ തുടർന്നാണ് ഇപ്പോഴത്തെ അംഗീകാരം. പുതിയ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന തീയതിയും വിശദമായ സമയക്രമവും റെയിൽവേ ഉടൻ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിത്തുടങ്ങുന്നതോടെ കർണാടകത്തിന്റെ തലസ്ഥാന നഗരിയായ ബാംഗ്ലൂരിനും ഗോവയുടെ വാണിജ്യ ഹബ്ബായ മാർഗാവും തമ്മിലുള്ള യാത്രാ സമയം ഗണ്യമായി കുറയും. പശ്ചിമഘട്ടവും കൊങ്കൺ തീരവും ഉൾക്കൊള്ളുന്ന റൂട്ട് ഹൈസ്പീഡ് ട്രെയിനുകളുടെ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും ഇവയെല്ലാം പരിഹരിച്ചു എന്നാണ് അധികൃതരുടെ സ്ഥിരീകരണം. ബാംഗ്ലൂരിൽ നിന്ന് മംഗളൂരു വഴി ഗോവയിലേക്കുള്ള പുതിയ സർവീസ് അതിവേഗവും സുഗമമാക്കുന്ന യാത്ര പ്രദാനം ചെയ്യും. ആധുനിക നിലവാരത്തിലുള്ള സീറ്റുകൾ, കവചടക്കമുള്ള പരിഷ്കരിച്ച സുരക്ഷാ സംവിധാനങ്ങൾ, വൈഫൈ, CCTV നിരീക്ഷണം, ഉയർന്ന പ്രവർത്തന വേഗത എന്നിവ വന്ദേ ഭാരതിന്റെ സവിശേഷതകളാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിന് കീഴിലാകും പുതിയ സർവീസ് പ്രവർത്തനം നടക്കുക. രാജ്യത്തെ വന്ദേ ഭാരത് ശൃംഖല വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ബാംഗ്ലൂരു മംഗളൂരു മഡ്ഗാവ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടുത്തിടെ ബാംഗ്ലൂരിൽ നടത്തിയ സന്ദർശനത്തിനിടെ വ്യക്തമാക്കിയിരുന്നത്. ഭാവിയിൽ ബാംഗ്ലൂരിനും മുംബൈക്കും ഇടയിൽ ഒരു അതിവേഗ ട്രെയിനും വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസും ആലോചിക്കുന്നതായും മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. പുതിയ ട്രെയിൻ സർവീസ് ടൂറിസത്തിനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും കരുത്തേകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്.